കേരള തീരത്തെ കപ്പൽശാലിന്റെ അകലം 50 നോട്ടിക്കൽ മൈലായി കൂട്ടണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാൻ സംസ്ഥാനം. MSC എൽസ 3 ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയത് കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. അതിനാൽ കേസെടുക്കുവാൻ സാധിക്കില്ലെന്ന സാഹചര്യം നിലനിൽക്കെയാണ് കേരളം വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുവാൻ ഒരുങ്ങുന്നത്. മത്സ്യബന്ധന ബോട്ടുകൾ യഥേഷ്ടമുള്ള മേഖലയിലെ കപ്പൽ സഞ്ചാരം ഒഴിവാക്കാനാണ് 2020 സംസ്ഥാനം ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് കേന്ദ്രം കപ്പൽചാൽ നിശ്ചയിച്ചത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കെ കപ്പൽചാൽ ദൂരേക്ക് മാറ്റാൻ കേന്ദ്രം ഇനി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. MSC എൽസ 3 ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയത് കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രം അംഗീകരിച്ചിരുന്നെങ്കിൽ മത്സ്യബന്ധനത്തിനോ മത്സ്യത്തൊഴിലാളികൾക്കോ ഇപ്പോഴുള്ളത്ര ഭീഷണി ഉണ്ടാകുമായിരുന്നില്ല. മുങ്ങിപ്പോയ കപ്പൽ എത്രയും വേഗം ഉയർത്താനും കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനുമാണ് സംസ്ഥാനം ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയായ 12 നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് കപ്പൽ മുങ്ങിയത്. അതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നും കേന്ദ്രമാണ് ഇതേക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പരിധി ലംഘിച്ച് തീരത്തുകൂടി കപ്പലോടിച്ച ക്യാപ്റ്റനെ തടഞ്ഞുവെക്കാതെ മൃദു സമീപനം സ്വീകരിച്ചത് നഷ്ടപരിഹാരം കിട്ടുന്നതിൽ വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നത് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണം തടയാനുള്ള മാർപോൾ കൺവെൻഷനിൽ ഇന്ത്യയും പങ്കാളിയാണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് ഇത് നടപ്പാക്കുന്നത്. എണ്ണ, അപകടകരമായ മറ്റു ദ്രാവകങ്ങൾ, പായ്ക്കു ചെയ്ത അപകടകരമായ വസ്തുക്കൾ, കപ്പലിൽ നിന്നുള്ള മലിനജലം, മറ്റു മാലിന്യങ്ങൾ, ശബ്ദ മലിനീകരണം തുടങ്ങിയവയാണ് പ്രോട്ടോക്കോളിൽ വരുന്നത്. പ്രോട്ടോക്കോൾ ലംഘിച്ചാൽ നഷ്ടപരിഹാരം നൽകണം. കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ബങ്കർ, ഓയിൽ ചോർച്ചയ്ക്കുള്ള നഷ്ടപരിഹാരം 2001 ഒപ്പുവെച്ച ബങ്കർ കൺവെൻഷനും നിർദ്ദേശിക്കുന്നുണ്ട്.